കാരുണ്യ ഫാർമസി വഴി ലഭിച്ചിരുന്ന മരുന്നുകൾ കഴിഞ്ഞ 2 മാസമായി ലഭിക്കുന്നില്ലെന്ന പരാതി. കിഡ്നി രോഗികൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നാണ് 2 മാസമായി ലഭിക്കാത്തത്. 300 രൂപയ്ക്ക് കാരുണ്യയിൽ നിന്ന് ലഭിച്ചിരുന്ന മരുന്ന് നിലവിൽ പുറത്തുനിന്ന് 1100-ലധികം രൂപ വില നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ നിരവധി ആളുകളാണ് ജീവൻ നിലനിർത്താനുള്ള മരുന്നിന് പണം കണ്ടെത്താൻ പെടാപ്പാട് പെടുന്നത്. ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മരുന്നാണ് സെൽസെപ്റ്റ് എന്ന് പറയുന്നത്. 2 മാസമായിട്ട് അത് കാരുണ്യകളിൽ കിട്ടാനില്ല. പിന്നെ ഇപ്പം നമ്മളിത് എറണാകുളത്തുനിന്ന് വരുത്തിക്കുക ചെയ്തേക്കുന്നത്. അതും നമ്മളെ കൊണ്ട് താങ്ങാവുന്ന വിലയല്ല അതിന് കൊടുത്തേക്കുന്നത്. അപ്പം അത് എന്നെപ്പോലെ ഒരുപാട് രോഗികളുണ്ട് ഇതുപോലെ കഴിക്കാണ്ട മരുന്നുകൾ വരാതായിട്ട്, കാരുണ്യ വരാതായിട്ട് 2 മാസത്തോളമായി. ഇടുക്കി ജില്ലയിൽ മാത്രം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് മരുന്നിനെ ആശ്രയിച്ച് ജീവൻ നിലനിർത്തി പോകുന്ന 100ഓളം രോഗികളുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇവരെല്ലാം ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ നിലവിൽ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇവരെല്ലാവരും. ഒരാൾക്ക് 15,000-ഓളം രൂപയാണ് ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ മരുന്നുകൾക്ക് വേണ്ടത്. പലരും ഇത് കണ്ടെത്തുന്നത് സുമനസ്സുകളുടെ സഹായത്തോടെ. ഇവർക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നത് കാരുണ്യ ഫാർമസി വഴി ഈ മരുന്നുകൾ വില കുറച്ച് ലഭിച്ചിരുന്നതാണ്. എന്നാൽ നിലവിൽ പല മരുന്നുകളും ഇപ്പോൾ കാരുണ്യ ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇതുമൂലം 300 രൂപയ്ക്ക് കാരുണ്യ ഫാർമസിയിൽ നിന്ന് ലഭിച്ചിരുന്ന മരുന്ന് പുറത്തുനിന്ന് 1160 രൂപ വില നൽകി വാങ്ങേണ്ട സാഹചര്യമാണ്. കാരുണ്യക്ക് നമുക്ക് ഇത് സെൽസെപ്റ്റ് എന്ന് പറഞ്ഞ മരുന്ന് 300 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിപ്പം ഈ സ്ട്രിപ്പിന് 1261 രൂപ കൊടുത്താണ് നമ്മൾ മേടിക്കേണ്ട വന്നേക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം റേറ്റ് കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇതിന് പിന്നാലെ ഒരുപാട് മരുന്നുകൾ എനിക്ക് കഴിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റത്തില്ല. ഇത്രയും വിലയ്ക്ക് നമ്മൾ ഈ 2 കൂട്ടം മരുന്ന് ഇത്രയും വിലയ്ക്ക് മേടിക്കുമ്പോൾ ബാക്കിയുള്ള മരുന്നുകൾ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് വേറെ നിവൃത്തിയില്ല. ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും വിലയല്ല ഇതിനുള്ളത്. കൂടിയ കൂട്ടുന്ന രീതിയിലുള്ളതല്ല ഇതുള്ളത്. കാരുണ്യ ഫാർമസി വഴി ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യമായി ലഭിച്ചാൽ ആകെ വരുന്ന വിലയുടെ പകുതിയിൽ താഴെ മാത്രം കണ്ടെത്തിയാൽ മതി. എന്നാൽ നിലവിൽ മരുന്നുകളില്ലാതായതോടെ ഭീമമായ തുക കണ്ടെത്താനാകാതെ കൃത്യമായി മുടക്കമില്ലാതെ കഴിക്കേണ്ട മരുന്നുകൾ മുടങ്ങുന്ന സാഹചര്യത്തിലെത്തി. സുമനസ്സുകളുടെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ തങ്ങൾക്ക് ഇനിയും ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മരുന്ന് ലഭ്യമാക്കുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, വലിയ ദുരിതമാണല്ലേ രോഗികൾക്കുള്ളത്? സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വിഷ്ണുപ്രിയ, തീർച്ചയായിട്ടും വലിയ ദുരിതമാണ് ഈ രോഗികൾ അനുഭവിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഏറ്റവും കൂടുതൽ ഈ കാരുണ്യ ഫാർമസിയെ ആശ്രയിച്ചു കൊണ്ടിരുന്നത് ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, ഇവരൊക്കെയാണ് ഈ കാരുണ്യ ഫാർമസിയെ വളരെയധികം ആശ്രയിച്ചിരുന്നത്. കാരണം വളരെ വില കുറച്ചാണ് ഇവിടെ നിന്ന് ഈ ജീവൻ രക്ഷാ മരുന്നുകൾ ഇവർക്ക് ലഭ്യമാകുന്നത്. പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ 10,000-കണക്കിന് രൂപ ഒരു മാസം മുതൽ മുടക്ക് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ വളരെ വില കുറഞ്ഞ ഈ മരുന്നുകൾ ഇവിടെ നിന്ന് ലഭ്യമായിരുന്നപ്പോൾ വലിയ ആശ്വാസകരമായിരുന്നു. പക്ഷേ ഇവയൊന്നും പല മരുന്നുകളും ഇപ്പോൾ കാരുണ്യ ഫാർമസിയിലേക്ക് എത്തിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇവർ പങ്കുവെക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 100-ലധികം വരുന്ന കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം തുടർ ചികിത്സ നടത്തുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ മരുന്ന് കൃത്യമായി മുടങ്ങാതെ കൃത്യസമയത്ത് കഴിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ മരുന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ശരാശരിയായിട്ട് ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 15,000-ഓളം രൂപ പ്രതിമാസം ഈ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് കിഡ്നി രോഗികൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ മുടങ്ങാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഈ മരുന്നുകൾക്ക് പല മരുന്നുകൾക്കും പുറത്ത് അമിതമായ വില ഈടാക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ കാരുണ്യ ഫാർമസിയിലേക്ക് എത്തിയാൽ ഏതാണ്ട് 300 രൂപ മുതൽ വിലയ്ക്ക് ലഭിക്കുന്ന മരുന്നുകളുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മളോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീ അടക്കം വ്യക്തമാക്കുന്നുണ്ട്. 300 രൂപയ്ക്ക് കിട്ടുന്ന മരുന്ന് ഇപ്പോൾ അത് കാരുണ്യ ഫാർമസിയിൽ നിന്ന് ലഭ്യമാകാതെ വന്നതോടുകൂടി പുറത്തുനിന്ന് എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 1161 രൂപ മുടക്കാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു തുക, അത് ഒരു സ്ട്രിപ്പിന് മാത്രമാണ് അവർ പറയുന്നത്. അതിൽ 15 ഗുളികകൾ മാത്രമാണുള്ളത്.
ഈ 30 ദിവസത്തേക്ക് കഴിക്കണമെങ്കിൽ 2 സ്ട്രിപ്പോളം വേണ്ടിവരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് തന്നെ ഏതാണ്ട് 2500ഓളം രൂപ മുടക്കാകുന്ന ഒരു സാഹചര്യം വരികയാണ്. ഇത്തരത്തിൽ വലിയ തുക മുടക്കേണ്ട ഒരു സാഹചര്യം, ഈ മരുന്നുകൾ ഇത്രയധികം തുക കണ്ടെത്തി ഈ മരുന്നുകൾ കഴിച്ച് ജീവൻ നിലനിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തങ്ങൾക്ക് നിലനിൽക്കുന്നുവെന്ന വലിയ നിരാശയോടെയാണ് അവർ പറയുന്നത്. കാരണം ഇടുക്കിയെ സംബന്ധിച്ച് നമുക്കറിയാം, മലയോര ജില്ലയാണ്, പലരും തോട്ടം തൊഴിലാളികളും അതുപോലെ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾ വരെ ഈ കിഡ്നി രോഗികളായി നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുന്നത് തന്നെ ഒരു നാടാകെ ഒന്നിച്ചു നിന്ന് കൈകോർത്ത് വലിയ രീതിയിൽ പണം കണ്ടെത്തിയാണ് ഈ ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2 വർഷവും 3 വർഷവും ഒക്കെ കഴിഞ്ഞ ആളുകൾ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ ശസ്ത്രക്രിയയ്ക്കായി ഒരു നാട് വലിയ രീതിയിൽ തങ്ങളെ സഹായിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും മരുന്നിന് പണം കണ്ടെത്തുവാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൈനീട്ടി എത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതിനൊരു പരിധിയുണ്ട് എന്ന് അവർ പറയുകയാണ്. ഒരു വല്ലാത്തൊരു സാഹചര്യമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജോലികൾ ഒന്നും ചെയ്ത് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ കാരുണ്യ ഫാർമസി ആയിരുന്നു. ആ കാരുണ്യ ഫാർമസിയുടെ മരുന്നുകൾ എത്തുന്നത് വളരെ അവതാളത്തിലേക്ക് എത്തിയതോടെ ഇവരുടെ ജീവൻ നിലനിർത്തുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു അടിയന്തരമായി ഇടപെടലുണ്ടായി ഈ മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ലെങ്കിൽ പലരുടെയും കൃത്യമായി കഴിക്കേണ്ട മരുന്നുകൾ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകും. അവർക്ക് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു നാടാകെ ഒന്നിച്ചു നിന്ന് കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്തിയവർ അവരുടെ ജീവിതം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക്, ദയനീയമായ ഒരു കാഴ്ചയിലേക്ക് പോകുന്ന വലിയ ഒരു ഗുരുതരമായ വിഷയമായി ഇതിനെ കണക്കാക്കി സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മാത്രമാണ് അതിനൊരു മാറ്റമുണ്ടാവുക. അതിനായി തന്നെ അവർ കാത്തിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് അവർ പറയുന്നത്. തങ്ങളെ വളരെയധികം സഹായിച്ച ഒന്നാണ് കാരുണ്യ ഫാർമസി. ആ കാരുണ്യ ഫാർമസി വഴി തങ്ങൾക്ക് ലഭിക്കേണ്ട മരുന്നുകൾ കിട്ടാതെ മറ്റൊരു മാർഗവുമില്ല. അതിന് അടിയന്തരമായ എന്തെങ്കിലും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ഗൗരവതരമായി തന്നെ സർക്കാർ ഈ വിഷയത്തിൽ കാണും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ വളരെ ദുരിതത്തിലാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി കിട്ടാത്ത ഒരു സാഹചര്യം, അതിന് തുക കണ്ടെത്താൻ കഴിയാതെ വലിയ ദുരിതത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണുപ്രിയ. സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകിയത്.